റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മ തലഅത അലൈഹി ശംസ്. ഞാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയുന്നതാണ് സൂര്യൻ എന്തിന്റെ ഒക്കെ മുകളിൽ ഉദിച്ചിട്ടുണ്ടോ അതിനേക്കാളെല്ലാം എനിക്ക് ഖൈർ, അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം. ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തെ എല്ലാ സ്വത്തിനു മുകളിലും എല്ലാ നിധികൾക്ക് മുകളിലും എല്ലാ സമ്പത്തിനു മുകളിലുമാണ് സൂര്യൻ ഉദിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിലുള്ളതെല്ലാം അതിനേക്കാളെല്ലാം എനിക്കിഷ്ടമാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അതിൽ ഏതുകൊണ്ട് നീ തുടങ്ങിയാലും കുഴപ്പമില്ല, അതിന്റെ തർത്തീബ് തെറ്റിപ്പോയാൽ, അതിന്റെ ക്രമം തെറ്റിപ്പോയാൽ കുഴപ്പമില്ല. എത്രയും നിനക്ക് ചൊല്ലാവുന്ന ദിക്റുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം പഠിപ്പിച്ച ദിക്റുകൾ ആ എണ്ണം അനുസരിച്ച് ചൊല്ലുക. പ്രത്യേക സന്ദർഭം പഠിപ്പിച്ച ദിക്റുകൾ ആ സന്ദർഭത്തിനനുസരിച്ച് ചൊല്ലുക. അതല്ലാതെ എത്രയും ചൊല്ലാവുന്ന ദിക്റുകളുണ്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ദിക്റുകൾ പോലെ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കാണതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ദിക്റിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലഖീതു ഇബ്രാഹീമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഉസ്രിയ ബി ഫഖാൽ യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി السلام واخبرهم ان الجنه طيبه التربه عذبه الماء وانها قيعان وان غراسها سبحان الله والحمد لله ولا اله الا الله والله اكبر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. ഇബ്രാഹിം നബി എന്നോട് പറഞ്ഞു, അഖ്രി ഉമ്മതക മിന്നി السلام, വ മുഹമ്മദ് നിന്റെ ഉമ്മത്തിന് എന്റെ സലാം പറയുക. വ അലൈഹി വ അലാ നബിയിന അഫ്ദലുസ് സ്വലാത്തി വ അതമ്മു തസ്ലീം. എന്നിട്ട് അവരെ അറിയിക്കുക, ഈ സ്വർഗം എന്നത് അത് അങ്ങേയറ്റം വിശിഷ്ടമായ മണ്ണാണ്, ഇതിലെ പാനീയം അതീവ രുചികരമാണ്, ഇവിടെ ധാരാളം ഒഴിഞ്ഞ ഭൂമിയുണ്ട്, അവിടെ മുളക്കാനുള്ള മരങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ. നീ ഓരോ ദിക്റുകൾ ചൊല്ലുമ്പോൾ അള്ളാഹു അതാ നിനക്കായി അവിടെ വിശിഷ്ടമായ മരങ്ങൾ അവിടെ മുളപ്പിക്കുന്നു, അവിടെ മുളക്കാനുള്ള മരങ്ങളാണ്, വിശിഷ്ടമായ സസ്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ.